അപ്പൊ അവിടെ ചമ്പക്കുളം, തലവടിച്ചുണ്ടൻ, മേൽപ്പാടം മൂന്നും അതിഗംഭീരമായി തുഴയുന്ന വള്ളങ്ങളാണ്. ഇറ്റ്സ് ഫോർ സെന്റ് ജോർജ് ഗാഗുൽത്ത ബോട്ട് ക്ലബ്. ട്രാക്ക് 2-ൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്, ട്രാക്ക് 3-ൽ നിരണം ചുണ്ടൻ, ട്രാക്ക് 4-ൽ വലിയ ദിവാൻജി. അപ്പൊ നിരണം ചുണ്ടനും വലിയ പോരാട്ടമായിരിക്കും. ട്രാക്ക് എൻട്രി കണ്ടില്ലേ? നിരണം ഇവിടെ പ്രാക്ടീസ് കാണാൻ വന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വള്ളങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന ആൾക്കാർ പറഞ്ഞത് ഏറ്റവും നന്നായി പെർഫോം ചെയ്തു പോകുന്നൊരു പ്രാക്ടീസ് സമയത്ത് തന്നെ അത്രയും നല്ല പ്രാക്ടീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ 3 ആഴ്ചയിൽ മേലെ ഒരു പ്രൈവറ്റ് സപ്പോർട്ടൊക്കെ കിട്ടുന്ന, അവർക്ക് സാമ്പത്തികമായൊക്കെ സഹായം കിട്ടുന്ന ഒരു ടീമാണ് പത്തനംതിട്ട ടീമാണ്. അതാണ്. അപ്പൊ അവർക്ക് അതിന്റെ അവിടുത്തെ കുറെ NRI ആളുകളുടെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ട്. നല്ല മികച്ച പ്രാക്ടീസോടെയാണ് അവർ വന്നിട്ടുള്ളത്. ഒപ്പം നടുഭാഗം വള്ളമാണ് 2022 നീരണിഞ്ഞ വള്ളമാണ്. നടുഭാഗം ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു വള്ളമാണ്. അതാണ് നെഹ്റു ട്രോഫിക്ക് തന്നെ തുടക്കം കുറിച്ച നടുഭാഗത്തിൽ ഇത്തവണ തുഴയുന്നത് പുന്നമട ബോട്ട് ക്ലബ്ബാണ്. അവർക്കും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം വലിയ സങ്കടത്തിന്റെ വർഷമായിരുന്നു. ആ മൈക്രോ സെക്കൻഡ് വിജയത്തിൽ അവരാണ് കഴിഞ്ഞ തവണ നമ്മൾ ഏറ്റവും അധികം ഈ പറഞ്ഞ ഇപ്പൊ പള്ളാത്തുരുത്തി നമ്മൾ പറയുന്ന പോലെ കഴിഞ്ഞ തവണ നമ്മൾ ഏറ്റവും അധികം വള്ളംകളി പ്രേമികൾ ചാൻസ് പറഞ്ഞൊരു വള്ളമായിരുന്നു. അതെ ഇവര് തുടങ്ങി നടുഭാഗമായിരുന്നു. അന്ന് KTBC ആയിരുന്നു KTBC ഭയങ്കര നല്ല ടീമായിരുന്നു. പക്ഷെ നമ്മൾ പ്രവചിക്കുന്നതിനപ്പുറമാണ് വള്ളംകളി. അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അവർക്ക് ഈ നിർഭാഗ്യമുണ്ട്. 2019 ചിറ ഇറങ്ങിയപ്പോൾ, അതായത് ഇതിന്റെ ഒരു മധ്യഭാഗം കടന്ന ആ ചിറ ഇറങ്ങിയപ്പോഴാണ് ഒരു തുഴ കയ്യിൽ നിന്ന് പോയപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പിടിച്ചു കയറിയപ്പോഴാണ് അപ്പുറത്ത് നിന്ന് മറ്റവർ വിളിച്ചു പറഞ്ഞു, പോയില്ലടാ മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കയറിയെന്നാ പറയുന്നത്. ഇന്നലെ ക്യാമ്പ് പോയപ്പോ അവരതൊക്കെ പറയുന്നത് നമുക്ക് ഫീൽ ആയിരുന്നു. അതൊരു ഗംഭീര സംഭവമാണല്ലേ. അതായത് നമ്മൾ ഇത്രയും നാള് വള്ളംകളിയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഈ തുഴകളും കാര്യങ്ങളൊക്കെ ഓരോ തുഴയ്ക്കും ഓരോ പ്രാധാന്യമാണ്. ഈ അമരത്ത് നിൽക്കുന്ന 5 പേര് വള്ളം ബാലൻസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ അത് കൃത്യമായിട്ട് ഇടിക്കളം വരുന്ന ഭാഗം, അമരം വരുന്ന ഭാഗം, പങ്കായം, ഒറ്റത്തുഴ, നമുക്ക് ഇന്ന് എല്ലാം മനസ്സിലാക്കി തന്നെ ഉയർന്ന ഭാഗങ്ങളാണ് എടുത്ത്. നമ്മൾ ഇത്ര നാൾ കരുതിയിരുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ട്രംപറ്റ് ഊതുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ആവേശത്തിന് വേണ്ടി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അതായത് അങ്ങോട്ട് പോടോ ഇങ്ങോട്ട് പോടോ അല്ലെങ്കിൽ കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ ട്രംപറ്റിന്റെ ഭാഷയുണ്ട്. അതല്ല, അത് മാത്രമല്ല ഒറ്റ വള്ളങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യാനും ട്രംപറ്റ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ശരി, അങ്ങനെ പല പല കഥകളുണ്ട് കേട്ടോ ഇതിന്റെ പിന്നിൽ. ശരി, അപ്പൊ നമ്മള് നടുഭാഗത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് 66 വർഷത്തിന് ശേഷം അവര് 2019 കിരീടം നേടി തുടങ്ങിയതാണ്. പക്ഷെ പിന്നീടുള്ള 5 വർഷം അവർക്ക് ഒരു എന്താ പറയാ, ഒരു വള്ളപ്പാട് അകലെയല്ല, ഒരു തുഴപ്പാട് അകലെയാണ് അവർക്ക് പലപ്പോഴും ഈ കിരീടം നഷ്ടമാവുന്നത്. അപ്പൊ അതിന്റെ ഒരു സങ്കടം അവർക്കുണ്ട്. അത് തീർക്കാനാണ് അവരെത്തുന്നത്. ഇനി അടുത്ത നമ്മളുടെ വള്ളംകളിക്ക് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. ടൂറിസം മന്ത്രി ആ പതാക അങ്ങ് ഉയർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ 21 ചുണ്ടന്മാരും നിരന്നുകൊണ്ടുള്ള ഒരു മാസ് ഡ്രില്ലാണ് വന്നിരിക്കുന്നത്. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തിക്കൊണ്ട് ആ ഒരു ഏറ്റവും വാശിയേറിയ മത്സരം അല്ലെ, അത് ശരിക്കും പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇനിയുള്ള സമയം 2:40 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. 2:40 ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നത്. അപ്പൊ ഒരു 3 മണിയോടെ നമുക്ക് സമ്മേളനം വേഗം തീർക്കും. നമുക്കിനി ഈ മാസ്റ്ററിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ മത്സരങ്ങൾ തുടങ്ങും. അപ്പോ മാസ്റ്ററിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ജലരാജാക്കന്മാരുടെ ഇവിടെയുള്ള വേഗപ്പോരനാണ്. ഓളപ്പറമ്പിലെ ഒളിമ്പിക്സ് എന്നൊക്കെയാണ് ഈ പുന്നമടയിൽ നടക്കുന്ന വള്ളംകളിയെ പറയാറുള്ളത്. നല്ല കമന്റേറ്റേഴ്സ് ആ ക്ലീശ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു തവണ പോലും അത് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറയാതെ വയ്യ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് തന്നെയാണ്. ആ ഒളിമ്പിക്സിന് വേണ്ടി എല്ലാ മത്സര വള്ളങ്ങളും രാജാക്കന്മാർ അങ്ങനെ തന്നെ വിളിക്കണം. കായിക താരങ്ങൾ ഒരുമിച്ച് ഉറപ്പായിട്ടും അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണ് അങ്ങനെ ഒരു വലിയ ഇവന്റ് നടക്കുന്നത് സംശയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അഭിമാനമായ കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായി, ഇത് ആലപ്പുഴയുടെ മാത്രമല്ല. ഒരു കാലത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇത് ആലപ്പുഴ ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷ്വൽ ട്രീറ്റ് ആണ് വള്ളംകളി. ആ വിഷ്വൽ ട്രീറ്റ് അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആയിട്ടുണ്ട്. പുതുശ്ശേരിയും ഒപ്പം തന്നെ ജയപ്രകാശും അവർ രണ്ടുപേരും. എൽദോ പ്രത്യേകം ശ്രദ്ധിക്കണം. എൽദോക്ക് വേൾഡ് കപ്പ് ഒക്കെ പറഞ്ഞ് നല്ല ശീലമുണ്ട്. വള്ളംകളി ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഫുൾ തയ്യാറെടുത്തിട്ടാണ് എൽദോയും ഒപ്പം ജയപ്രകാശും ഉള്ളത്. ഉറപ്പായിട്ടും ഈ വള്ളംകളി പ്രേമികളുടെ ഒരു പ്രത്യേകത, നമ്മൾ പറയുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടം നല്ല കൃത്യമായ ആ താളത്തിൽ ആ പാട്ട്
തട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈണത്തിൽ പറഞ്ഞു ഇതിനെ പറ്റി ഞാൻ നടുഭാഗം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് അപ്പുറത്ത് നിന്ന് ഒരാളും മോളെ അതല്ല കേട്ടോ അത് ഞാൻ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് എല്ലാവരോടും. കാരണം ഒരു ചെറിയ ഞാൻ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകും. ഒരു ചെറിയ തെറ്റ് പോലും വള്ളംകളി പ്രേമികൾ പൊതുവെ സഹിക്കാറില്ല. അവരപ്പൊ തന്നെ പറയാതെ അങ്ങനെയല്ല എന്ന് തിരുത്തും. ഭയങ്കര ഹാർഡ് കോർ ഫാൻസ് അല്ലേ? അവരുടെ ജീവിതമാണിത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതമാണ്, അവരുടെ ഹൃദയമാണ്. അപ്പൊ ആ ഹൃദയത്തിൽ ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും അവർ ക്ഷമിക്കില്ല. അതേസമയം നന്നായി പറയുന്നവരോട് അവരുടെ സ്നേഹവും അല്ലേ, നന്നായി കളി പറയുന്നവരോട്, നന്നായി കളി കാണിച്ചു കൊടുക്കുന്നവരോട് അവർക്ക് വലിയ സ്നേഹവുമാണ്. കാരണം ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എത്ര മനുഷ്യന്മാർ ഇന്നത്തെ ദിവസം ഈ പുന്നമടയുടെ ഈ തീരങ്ങളിലേക്ക് വരാൻ പറ്റാതെ അവിടെ ഇരുന്ന് ഇന്നത്തെ ദിവസം ലീവ് എടുത്ത് ഈ കളി കാണുന്നുണ്ടാവും. ആ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇതിങ്ങനെ കാണാൻ പറ്റൂ, ഇതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അവര് അതിന് കാത്തിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ ഉദ്ഘാടന സമ്മേളനത്തിലേക്കാണ് കടക്കുന്നത്. നമ്മള് നെഹ്റു പവലിയനില് VIP പവലിയനിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. അതില് ഒരു കാര്യം പ്രേക്ഷകരോട് പ്രത്യേകം പറയാം, ഇല്ല എത്തിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷവും അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ അദ്ദേഹം വരാറില്ല, ഇവിടേക്ക് വരാറില്ല എന്നുള്ളത്. ഈ വള്ളത്തിൽ കയറി അവിടെ പോവുക, ഈ VIP പവലിയനിലേക്ക് കയറാന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഇതൊരു ഐലൻഡ് പോലെയാണ് ആ പവലിയൻ, നെഹ്റു പവലിയൻ. അപ്പൊ അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ എല്ലാവരും കാണികളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഓരോ ഹിറ്റ്സിലും ജയിക്കുന്ന വള്ളങ്ങളല്ല ഫൈനലിലേക്ക് എത്തുക, മറിച്ച് 6 ഹീറ്റ്സ് ഉണ്ട്. 4 വള്ളങ്ങൾ മാത്രമേ ഫൈനലിലേക്ക് എത്തൂ. അതായത് ഓരോ ഹിറ്റ്സിലും ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളം. അതിപ്പോ ഒരു ഹിറ്റ്സിൽ എന്ന് പറയാൻ പറ്റില്ല. ഈ വള്ളങ്ങളിൽ 21 വള്ളങ്ങളിൽ ഏറ്റവും നല്ല 4 വള്ളങ്ങൾ. അതെ, ആ 21 വള്ളങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. ആ 21 വള്ളങ്ങളിലും ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് ലൈൻ ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങൾ ആണ് ഏറ്റവും ഒടുവിൽ ഫൈനലിലേക്ക് എത്തുക. അതിഗംഭീരമായ പോരാട്ടമായിരിക്കും. 4 ലൂസേഴ്സ് ഫൈനലാണ് ഇത്തവണ ഉള്ളത്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മള് ഫൈനൽ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഫൈനൽ ഏറ്റവും അവസാനമാണ് ഉണ്ടാവുക. ഫൈനലിന് മുന്നേ അതേ പ്രതീതിയുള്ള ലൂസേഴ്സ് ഫൈനൽ ഉണ്ട്. ഇപ്പോ ഉദ്ഘാടന ചടങ്ങിൽ അവിടെ നിന്ന് പ്രാർത്ഥനയാണ് തോന്നുന്നു. നമുക്ക് ഉദ്ഘാടന ചടങ്ങ് കണ്ടാലോ കുറച്ചു നേരം? അതെ, തീർച്ചയായും നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒന്ന് പോയപ്പോ പ്രാർത്ഥന നടക്കുകയാണ്. ഒരു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ Please be seated.